ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം മാത്രമേ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുള്ളൂ. അതേപോലെ ഇതിനകത്ത് വന്ന് തെറി വിളിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ വീഡിയോയിൽ നിങ്ങൾ തെറി വിളിച്ചാലും എനിക്കൊന്നും പറയാനില്ല, മറിച്ചൊന്നുമല്ല. ഞാനൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറി വിളിച്ചാലും നിങ്ങൾക്ക് അത്രയും വിദ്യാഭ്യാസ യോഗ്യതയേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിവരമേ ഉള്ളൂ എന്ന് ഞാൻ കരുതത്തുള്ളൂ. പിന്നെ മറ്റൊന്ന്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ വണ്ടി കിട്ടാത്തവർ ഈ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായ ശേഷം താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക. പിന്നെ ആ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടണമെന്ന് ഇനിയും ആഗ്രഹം ഉള്ളവർക്ക് ഈ വീഡിയോ പൂർണ്ണമായും കാണാം. പിന്നെ വരുന്ന ജനറേഷൻ, അതായത് എനിക്ക് 28 വയസ്സുണ്ട്, എനിക്ക് താഴെയുള്ള ഒരു ജനറേഷൻ വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഈ വീഡിയോ മസ്റ്റായിട്ട് അവർ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം തുടങ്ങാം. അതായത് ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് വരെ പ്രാവുകളെ വളർത്തുമായിരുന്നു. പിന്നെ എനിക്കൊരു ശ്വാസം മുട്ടൽ പോലൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെ വളർത്താതിരിക്കുന്നത്. അതുപോലെ കൂടുതൽ എക്സ്പെൻസാണ് ഇപ്പോൾ പ്രാവ് വളർത്തൽ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പ്രാവിനെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ചില പ്രാവുകൾ, അത് എല്ലാ പ്രാവുകളുമല്ല, ചില പ്രാവുകളിൽ ചിലത് ആണും മാത്രമേ ജോഡി പിടിക്കത്തുള്ളൂ, ചിലത് പെണ്ണും മാത്രമേ ജോഡി പിടിക്കുള്ളൂ. നമ്മളതിനെ എത്ര ഇണ പിരിച്ച് മറ്റൊരു പെണ്ണിൻ്റെയും കൂടെ ഇട്ടാൽ പോലും അതുങ്ങൾ ആ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഒരിക്കലും ജോഡി പിടിക്കില്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രകൃതിയുടെ വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. കാരണം മനുഷ്യനുൾപ്പെടെയുള്ള ഭൂരിഭാഗം ജീവികളും ഓപ്പോസിറ്റ് സെക്സുമായിട്ട് റിലേഷനിൽ ഏർപ്പെട്ട ശേഷമാണ് അവരുടെ പ്രത്യുൽപാദനം നടക്കുക എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ അത്തരം ഒരു കോൺസെപ്റ്റിന് വിപരീതമായിട്ടുള്ള ഒരു സമീപനമാണ് ഇത്തരത്തിലുള്ള ചില മൃഗങ്ങൾ എന്നല്ല, മനുഷ്യരിലും ഉണ്ട് അങ്ങനെ ഒരു വിഷയം. അത് സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. 100-ൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യരിലും ഉണ്ടായിരിക്കാം, മൃഗങ്ങളിലും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും പറയാൻ കാരണം, കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഷോയിൽ ആദില ആൻഡ് നൂറ അവരുടെ ലവ് സ്റ്റോറി പറഞ്ഞത്. ആ ലവ് സ്റ്റോറി പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ തുടക്കകാലം മുതലേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ആദ്യമേ നൂറയെ വീട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കേസുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ പോലും ഞാൻ അവരെ പിന്തുണച്ച ഒരു വ്യക്തിയാണ്. അത് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ലിബറലായിട്ടുള്ള നയമുണ്ട്. ഞാൻ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. എന്നാലും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പറയാം. എന്താണ് ഇന്നത്തെ കണ്ടന്റ് ഞാൻ പൂർണ്ണമായിട്ട് പറയാം. ഈ വീഡിയോ പുറത്ത് വന്നതിന് പിന്നാലെ കുറേയധികം കമൻറ്റുകൾ വന്നു. അതിലൊരു കമൻറ്റ് ഇതായിരുന്നു: ബിഗ് ബോസ് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് ഇവരെ കൊണ്ടുവന്നതിലൂടെ നൽകുന്നത് എന്നായിരുന്നു ഒരു കമൻറ്റ്. പിന്നെ മറ്റൊരു കമൻറ്റ്, ഇവരെ മാതൃകയാക്കി കുറേയധികം പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ജീവിതം നശിക്കാണ്ട് ഈ ഒരു ഷോ കാരണമാകുമെന്ന് പറഞ്ഞുള്ള ഒരു കമൻറ്റായിരുന്നു. പിന്നെ ഒരു കമൻറ്റ് വന്നത്, എൻ്റെ മകൻ എന്നോട് ചോദിച്ചു ഇവർ സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന് ഉത്തരം നൽകാൻ പറ്റിയില്ല, ഞാൻ സ്തബ്ധയായി നിന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കമൻറ്റായിരുന്നു വന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സ്ത്രീകളുടെ പ്രൊഫൈലിൽ നിന്നാണ്. പിന്നെ കുറേ ചേട്ടന്മാരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു. അതിനകത്തൊന്നും എനിക്ക് മറുപടി നൽകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, അതിനകത്തൊക്കെ ഏറ്റവും വൾഗറായ രീതിയിലാണ് ഇവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ആ ഒരു ഇതിനെക്കുറിച്ചൊന്നും ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ബിഗ് ബോസ് ഷോ ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നൂറയും കൊണ്ടുവന്നപ്പോൾ എന്താണ് മെസ്സേജ് സമൂഹത്തിന് നൽകുന്നതെന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കമൻറ്റിലുണ്ട്. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു ഇവർ സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരമ്മ ഇട്ടിരിക്കുന്ന കമൻറ്റ്. ആ കമൻറ്റ് തന്നെയുള്ള ഉത്തരമാണ് ഇവരെ ഈ ഷോയിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നതിലൂടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയിൽ ഇന്നും ഇതിനെയൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാത്ത കുറേ അധികം ആളുകളുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് ഈ ഭൂമിയിൽ ഇങ്ങനെയും കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്തുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ബിഗ് ബോസ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ ബിഗ് ബോസിൻ്റെ ക്രൂവിനെ സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുന്നു. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, ആരും മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. പിന്നെ രണ്ടാമത്തത്, ഞാൻ ഈ അടുത്ത് കുറച്ചധികം ന്യൂസ് റിപ്പോർട്ടുകൾ വായിച്ചു. അതിനകത്ത് ഒരു ന്യൂസായിരുന്നു, തൻ്റെ ഭാര്യ മറ്റൊരു സ്ത്രീയുമായിട്ട് റിലേഷനിലാണെന്നറിഞ്ഞ, അതായത് ലെസ്ബിയനാണെന്നറിഞ്ഞ ഭർത്താവ് ഭാര്യയെ കൊന്നു. അത് ഇന്ത്യക്ക് പുറത്താണ്. അതാണെങ്കിൽ തന്നെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ഇതാണെങ്കിൽ ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് ബന്ധം വേർപെടുത്തുവാണ്ട് ആ സ്ത്രീ താല്പര്യം കാണിച്ചപ്പോൾ 2 പേരെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് രംഗത്ത് വന്നത് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിലാണ്. അങ്ങനെ നിരവധി സ്ത്രീകളാണ് സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും അത് രഹസ്യമാക്കി സൂക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള റിലേഷൻ ഫോളോ ചെയ്തുകൊണ്ട്, അല്ല സ്ത്രീകളുണ്ട് പുരുഷന്മാരും ഉണ്ട് അതിൽ.
അങ്ങനെയുള്ള റിലേഷനിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് ഇതിലൂടെ ഒരുക്കി നൽകുന്നത്. അതിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിലേക്ക് സമൂഹത്തിന് എത്തിവരിഞ്ഞ് നോക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ സ്ത്രീയാണെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയുമായിട്ട് വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ. പുരുഷനാണ് പുരുഷന് അങ്ങനെ. അതേ കണക്ക് തന്നെ ലിവിങ് ടുഗദർ, ഇതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. കാരണം ഞാൻ കുറച്ചധികം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത് വന്നൊരു പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കേരളത്തിലെ സ്ത്രീകളിൽ, അതായത് വളർന്നു വരുന്ന പെൺകുട്ടികളിൽ പലർക്കും വിവാഹത്തിനോട് താല്പര്യമില്ല. പലരും സേഫായിട്ടുള്ള ഇത്തരം റിലേഷനുകളിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്നെങ്കിൽ ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വന്തം ഐഡൻറ്റിറ്റിയിൽപ്പെട്ട മറ്റൊരു സ്ത്രീയുമായിട്ട് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നുള്ള വീഡിയോസൊക്കെ, പഠന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ പോലും അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. ആ ഒരു അവസരത്തിൽ ആതിര ആൻഡ് നൂറ ഇവരെ ഒരിക്കലും നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. പിന്നെ അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർ ഇന്ത്യൻ പൗരന്മാരാണ്. നമുക്കെല്ലാവർക്കും ഉള്ള അതേ സ്വാതന്ത്ര്യം തന്നെ അവർക്കുമുണ്ട്. ഇനി മറ്റൊന്ന്, എനിക്കൊരു മകളുണ്ടായി കഴിയുമ്പോൾ അവളിങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അന്നേരം ഞാനിത് പഠിക്കത്തുള്ളൂ എന്ന് പറയുന്നവരോട് ഞാനൊരിക്കലും അങ്ങനെ എൻ്റെ ഒരു മകൾ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ, ഞാൻ വിവാഹം കഴിക്കാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ എനിക്കൊരു മകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനൊരു അഫെയറാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ആ ആളെ എതിർക്കില്ല. അത് അയാളുടെ ജീവിതമാണ്, അയാളാണ് ജീവിക്കേണ്ടത്. അത്രയും ബോധം എനിക്കുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നം, ഈ ഒരു വിഷയം വരുമ്പോഴാണ് മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ നാട്ടിൽ സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ വാദിക്കുന്നവർ തന്നെയാണ് ആദിലയും നൂറയും തള്ളി പറയുന്നത്. അതാണ് നവോത്ഥാനം പറയുകയും സാംസ്കാരിക സമ്പന്നത അവകാശപ്പെടുകയും സാക്ഷരത അവകാശപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് ഈ ഒരു കാര്യത്തെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്നത്. എന്തായാലും എൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് പറഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.